അക്യുപഞ്ചറിൽ അക്യുപഞ്ചർ ചികിത്സ നിലവിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആഴ്ചയിലൊരിക്കലാണ് സാധാരണ നമ്മൾ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത്. അവർക്ക് കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കും. അവർ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നല്ല ഭക്ഷണം, ഏതൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം, അതുപോലെ തന്നെ എപ്പോഴാണ് ഉറങ്ങേണ്ടത്, എപ്പോഴാണ് ഉണരേണ്ടത്, എപ്പോഴാണ് കുളിക്കേണ്ടത്, അതുപോലെ തന്നെ വെള്ളം എങ്ങനെയുള്ള വെള്ളമാണ് കുടിക്കേണ്ടത്, എങ്ങനെയുള്ള വെള്ളമാണ് കുടിക്കാൻ പാടില്ലാത്തത്, അതുപോലെ തന്നെ എന്ത് കുടിക്കണം, എങ്ങനെ കുടിക്കണം, എപ്പോൾ കുടിക്കണം, എത്ര കുടിക്കണം, ഇത് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര കഴിക്കണം, ഇതും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ രോഗികളോട് പറഞ്ഞ് അവരുടെ പൾസ് ഡയഗ്നോസിസ് ചെയ്ത് കൃത്യമായിട്ടുള്ള യഥാർത്ഥ രോഗകാരണം, റൂട്ട് കോസസ് ഓഫ് ഡിസീസിനെ കണ്ടെത്തി അതിനെ സുഖപ്പെടുത്തുന്ന ആ സമയത്ത് നമ്മൾ പൾസ് നോക്കിയിട്ട് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, രോഗി പറയുന്ന അസുഖങ്ങൾക്കല്ല അക്യുപഞ്ചറിൽ ചികിത്സിക്കാറ്, മറിച്ച് ആ രോഗിയുടെ എല്ലാ പ്രയാസങ്ങളുടെ അടിസ്ഥാന കാരണത്തെ കണ്ടെത്തി അതിനെ വേരോടെ സുഖപ്പെടുത്തുന്ന ട്രീറ്റ്മെൻറ്റാണ് അക്യുപഞ്ചറിൽ ചെയ്യാറുള്ളത്. ഈ രീതിയിൽ നമ്മൾ ചികിത്സിക്കാറുള്ളത്. ഇതിൻ്റെ ഫലമായിട്ട് അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റം വരുന്നു. എന്നാൽ പല രോഗികളും കൃത്യമായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും അവരുടെ അസുഖം പൂർണ്ണമായിട്ട് ഭേദപ്പെടുന്നത് വരെ ചികിത്സിക്കണമെന്നാണ് രോഗികളോട് നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഒറ്റ ട്രീറ്റ്മെൻറ്റോടെ നിർത്തുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ശമനം കാണുമ്പോൾ അവർ ചികിത്സിക്കാതെ പിന്നീട് തീരെ ചികിത്സിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. നേരെ മറിച്ച് മറ്റൊരു ടീം, അവർക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ട്. നേരെ മറിച്ച് അവർക്ക് നമ്മൾ പറയുന്ന ശീലങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് അവരുടെ അസുഖം പൂർണ്ണമായിട്ട് ഭേദപ്പെടുന്നില്ല. അതല്ലെങ്കിൽ ഭേദപ്പെട്ട അസുഖങ്ങൾ തന്നെ വീണ്ടും അവർക്ക് കാണുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടും സ്കിൻ ഡിസീസുകൾ, ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് അക്യുപഞ്ചർ വളരെ എഫക്റ്റീവായിട്ടുള്ള ചികിത്സയാണ്. അത് ഏത് തരത്തിലുള്ള ചർമ്മരോഗങ്ങളാണെങ്കിലും വ്യത്യസ്ത പേരുകളിട്ട് വിളിച്ചാലും അക്യുപഞ്ചറിൽ അവക്കൊക്കെ ചികിത്സയുണ്ട്. നേരെ മറിച്ച് ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ചില സമയങ്ങളിലൊക്കെ ഒന്ന് കൂടിയിട്ടാണ് കുറയുക. ആ ടോക്സിൻസ് ആണല്ലോ രോഗം. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അക്യുമുലേറ്റഡ് മോർബിഡ് മാറ്റർ ആണ് രോഗം. അവിടെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള അടിഞ്ഞുകൂടിയിട്ടുള്ള വേസ്റ്റുകൾ അത് ചർമ്മത്തിലൂടെ പുറന്തള്ളുന്നതാണ് ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കൂടിയിട്ട് പൊട്ടിയിട്ട് ഒലിച്ചിട്ടൊക്കെ ഒന്ന് അങ്ങനെ ശമിക്കും. ഈ സമയത്ത് ചികിത്സ നിർത്തിപ്പോകുന്ന ആളുകളുണ്ട്, കൂടുന്നത് കണ്ട് പേടിച്ചിട്ട്. ഇത് ഒരു ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലല്ല, മറ്റ് പല രോഗങ്ങളിലും, ഇപ്പോൾ ആസ്തമ രോഗികളിൽ, കഫസംബന്ധമായിട്ടുള്ള രോഗികളിൽ, അല്ലെങ്കിൽ വേദന സംബന്ധമായിട്ടുള്ള രോഗികൾ, മറ്റേത് തരത്തിലുള്ള രോഗികളിലും ചില ആളുകൾക്കൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ആ എനർജിയിലുണ്ടാകുന്ന ഇംബാലൻസ് ബാലൻസ് ആയിട്ട് വരുമ്പോൾ അതിലെ വേസ്റ്റുകൾ പുറന്തള്ളുന്ന സമയത്ത് അസുഖങ്ങളൊന്ന് കൂടാറുണ്ട്. ഇത് മറ്റ് ചികിത്സകളിലും ഇതിൽ പറയാറുണ്ട്. ഇപ്പോൾ പ്രകൃതി ചികിത്സയിലൊക്കെ ഇതിനെ രോഗശമന വിഷമസന്ധി എന്നുള്ള പേരിൽ അറിയപ്പെടും, പ്രതിസന്ധി എന്നുള്ള രീതിയിൽ പറയപ്പെടാറുണ്ട്. എന്ന് പറഞ്ഞാൽ അസുഖം ഒന്ന് കൂടിയിട്ട് കുറയും. അക്യുപഞ്ചറിൽ അതിൽ യിങ് തിയറി അനുസരിച്ച് ആ രീതിയിലുണ്ട്, ഒന്ന് കൂടുക കുറയുക. ഇത് യിങ് ആണ്, അക്യുപഞ്ചറിൻ്റെ ഒരു ഫിലോസഫിയാണത്. അപ്പോൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് രോഗികൾ ചികിത്സ നിർത്തും. അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ അവർ ഈ പറയുന്ന കാര്യങ്ങൾ പാലിക്കില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ കുടുംബ ചുറ്റുപാടുകൾ, വീട്ടിലെ അവസ്ഥകൾ, സാമൂഹിക ചുറ്റുപാടുകൾ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകൾ, അവരുടെ ജോലി, ഇതൊക്കെ ഇതിന് തടസ്സമാകും. ഇങ്ങനെയുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഒരുപാട് മരുന്നുകൾ കഴിച്ച് അസുഖം മാറാത്ത രോഗികൾ, അതുപോലെ തന്നെ മരുന്നുകൾ കഴിച്ചിട്ട് രോഗം മാറാത്ത ആളുകൾ, മരുന്ന് കഴിച്ച് മടുത്തിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മരുന്ന് കഴിക്കാൻ പേടിയുള്ള ആളുകൾ, അതേപോലെ തന്നെ മരുന്ന് നിർത്തണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നിർത്താൻ ഭയമുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അക്യുപഞ്ചറിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. അവരെ താമസിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ.
ഈ താമസിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ സാധാരണ ഒരു അഡ്മിറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ ഒരു എമർജൻസി കണ്ടീഷനിലാണ് നമ്മൾ അലോപ്പതി ചികിത്സയിൽ, മോഡേൺ ചികിത്സയിൽ അഡ്മിറ്റാക്കുക. ഇപ്പോൾ ശക്തമായിട്ടുള്ള പനിയുള്ള സമയത്ത് അവർ അഡ്മിറ്റാക്കും. അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ കുറവ്, ഇങ്ങനെ അമിതമായിട്ടുള്ള തളർച്ച, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പ്രമേഹം, പ്രഷർ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എമർജൻസി ഘട്ടങ്ങളിലൊക്കെയാണ് അത്തരം അഡ്മിറ്റ് ഉണ്ടാവുക. എന്നാൽ അക്യുപഞ്ചറിലെ അഡ്മിറ്റ് എമർജൻസി ഘട്ടങ്ങളിലും പറ്റും, എമർജൻസി ഘട്ടങ്ങളല്ലാത്ത സമയത്തും അത്തരം അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും അഡ്മിറ്റായിട്ടുള്ള ചികിത്സ ഉപകരിക്കും. കാരണം ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിലൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പാലിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പാലിക്കാൻ കഴിയുന്നില്ല. അവരുടെ ജോലിത്തിരക്ക് കാരണമോ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അന്തരീക്ഷം കാരണമോ, സാമൂഹിക ചുറ്റുപാടുകൾ കാരണമോ, അല്ലെങ്കിൽ അവരുടെ മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പാലിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഫലം കുറച്ച് വൈകും. 4G എന്ന് പറയുന്ന 4 ഗോൾഡൻ റൂൾസ്, ഇത് അക്യുപഞ്ചറിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇത് കൃത്യമായിട്ട് പാലിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് അഡ്മിറ്റായിട്ട് അവരെ ചികിത്സിക്കുമ്പോൾ കൃത്യമായിട്ട്, ഇവിടെ നമ്മൾ അഡ്മിറ്റാക്കി ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു റൂളുണ്ട്, ഒരു ലൈഫ് സ്റ്റൈൽ മൊഡ്യൂളുണ്ട്, ഒരു ഷെഡ്യൂളുണ്ട്. രാവിലെ എപ്പോൾ എണീക്കണം, എണീറ്റിട്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നീട് എന്ത് ചെയ്യണം, പിന്നെന്ത് ചെയ്യണം, ഭക്ഷണം എപ്പോൾ കഴിക്കണം, ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് രോഗികൾക്ക് പ്രിഫർ ചെയ്യേണ്ടത്. ഓരോ രോഗത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് മത്സ്യം, മാംസം കൊടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് മത്സ്യം, മാംസം തീരെ കൊടുക്കാൻ പാടില്ലാത്ത ഘട്ടങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് മധുരം കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് മധുരം തീരെ കൊടുക്കേണ്ടാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. എരിവ് കൂടുതൽ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരിക്കും, നേരെ മറിച്ച് കൊടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്തിട്ട് ഓരോ ദിവസം ഡയഗ്നോസ് ചെയ്തിട്ടാണ് രോഗികൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കൊടുക്കുക. അക്യുപഞ്ചറിൽ ഏത് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ പ്രകൃതി ചികിത്സയിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവർ പൊതുവെ പറയാറുണ്ട് പുല്ലും വൈക്കോലും എന്ന് പറഞ്ഞാൽ അവർക്ക് മത്സ്യം കൊടുക്കില്ല, മാംസം കൊടുക്കില്ല, ശരിക്കും പറഞ്ഞാൽ ഉപ്പുള്ള ടേസ്റ്റുള്ള ഭക്ഷണം പോലും കൊടുക്കില്ല. ഇങ്ങനെയാണ് അവിടുത്തെ ഭക്ഷണങ്ങളെങ്കിൽ അക്യുപഞ്ചറിൽ അഡ്മിറ്റായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് മത്സ്യം കൊടുക്കും, അത് തന്നെ പൊരിച്ച് കൊടുക്കും, മാംസം കൊടുക്കും, ആട്ടിറച്ചി കൊടുക്കും, പോത്തിറച്ചി കൊടുക്കും, കോഴിയിറച്ചി കൊടുക്കും, മറ്റ് പക്ഷികളുടെ മാംസം വേണമെങ്കിൽ കൊടുക്കും. എല്ലാ തരത്തിലുള്ള മാംസം കഴിക്കാം, മത്സ്യങ്ങളിൽ ഏതും കഴിക്കാം, മുട്ട കഴിക്കാം, പച്ചക്കറികൾ ധാരാളമായിട്ട് അവർക്ക് കൊടുക്കും, വേവിച്ചിട്ട് കൊടുക്കും, വേവിക്കാതെ കൊടുക്കും, ഫ്രൂട്ട്സുകൾ, നല്ല പഴങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകളിലുള്ള വ്യത്യസ്ത രുചികളിലുള്ള പഴങ്ങൾ, അതുപോലെ തന്നെ നട്ട്സ്, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജ്യൂസുകൾ, ഇതൊക്കെ ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവരുടെ ക്യാരക്ടർ നോക്കിയിട്ട് അവരുടെ രോഗത്തിനനുസരിച്ച് അവർക്ക് കൊടുക്കും. ഇത് അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് സാധ്യമല്ല. ചില ആളുകൾക്ക് അറിയാമെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾക്ക് എങ്ങനെയുള്ള ഭക്ഷണമാണ് എൻ്റെ രോഗത്തിന് കഴിക്കേണ്ടത് എന്നറിയില്ല. അത്തരം ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ, എങ്ങനെയുള്ള ഭക്ഷണമാണ് അവരുടെ രോഗത്തിന് ആവശ്യമായിട്ടുള്ളത്, അവരുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ അഡ്മിറ്റായിട്ടുള്ള ചികിത്സ ഉപകരിക്കും. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗികൾ, ശ്വാസ സംബന്ധമായിട്ടുള്ള ആസ്തമ, അലർജി പോലെയുള്ള ആളുകൾ, ഒബീസിറ്റിയുള്ള പൊണ്ണത്തടിയുള്ള ആളുകൾ, പ്രഷറുള്ള ആളുകൾ, അതേപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, കിഡ്നി സംബന്ധമായിട്ടുള്ള കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾ, കിഡ്നി ഡിസീസ്, അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന വ്യത്യസ്ത രോഗങ്ങൾ, ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ വേദനകൾ, പ്രത്യേകിച്ച് മൈഗ്രെയിൻ, അതുപോലെ തന്നെ ഹിപ്പ് പെയിൻ, ഹീൽ പെയിൻ, കാലുവേദന, ഊരവേദന, മുട്ടുവേദന, മടമ്പ് വേദന, തലവേദന, പിരടി വേദന, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എൽബോ പെയിൻ, ഷോൾഡർ പെയിൻ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേദന നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ, അതിൻ്റെ കൂടെ കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അഡ്മിറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ചികിത്സിക്കലോടെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, ഇപ്പോൾ സാധാരണ അക്യുപഞ്ചർ ചികിത്സക്ക് വന്നിട്ട് മാറാതിരിക്കുന്നുണ്ടെങ്കിൽ
അതിനുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവർ മാറാൻ തയ്യാറാകുന്നില്ല, രോഗികൾ മാറാൻ തയ്യാറാകുന്നില്ല. രോഗികൾ കൂടി മാറാൻ തയ്യാറായാലാണ് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടർ മാത്രം വിചാരിച്ചാൽ ഒരു രോഗത്തെയും മാറ്റിയെടുക്കാൻ സാധിക്കില്ല, മറിച്ച് രോഗി കൂടി അതിൽ സഹകരിക്കണം. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് അഡ്മിറ്റായിട്ടുള്ള ചികിത്സ എന്നുള്ളത്. ഇപ്പോൾ ധാരാളം ആളുകളെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. അതിൽ വളരെ സിവിയറായിട്ടുള്ള രോഗികളുണ്ടായിരുന്നു. എത്രത്തോളം എന്നാൽ ഓരോരുത്തരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം, ഓരോരുത്തർ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്. അതിൽ വളരെ കുറഞ്ഞ ആളുകളാണ് അനുഭവങ്ങളെ അവർ പിടിച്ചിട്ടുള്ള. ഒരുപാട് ആളുകൾക്ക് ഇതിനേക്കാൾ മോശമായിട്ടുള്ള കണ്ടീഷനിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും രോഗശമനം നേടിയിട്ട് അവർ പോയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ അഡ്മിറ്റായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അവർക്ക് നടക്കാൻ 10-25 വർഷമായിട്ടുള്ള പ്രയാസമാണ്. 4-5 വർഷമായിട്ട് അവർക്ക് തീരെ എണീക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല, വീൽ ചെയറിലാണ്. പ്രമേഹമുണ്ട്, മറ്റ് പ്രഷറുണ്ട്, മറ്റ് പലതരത്തിലുള്ള ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട്, മുറിവുകൾ വന്നിട്ട് മാറാതിരിക്കുന്ന അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ ചെവിക്ക് പ്രയാസമുണ്ട്, അതേപോലെ തന്നെ കേൾവിക്ക് പ്രയാസമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകളിലുള്ള ആളുകളൊക്കെ വന്ന് കുറഞ്ഞ ദിവസത്തെ 10 ദിവസത്തെ അല്ലെങ്കിൽ 5 ദിവസത്തെ അല്ലെങ്കിൽ 7 ദിവസത്തെ, ചില ആളുകൾക്ക് 14 ദിവസത്തെ ചികിത്സ കൊണ്ട് അവരുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ട്, എത്രത്തോളം എന്നാൽ തീരെ നടക്കാത്ത, ഒരിക്കൽ പോലും നിൽക്കാൻ കഴിയാത്ത, ജീവിതത്തിൽ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ആളുകളൊക്കെ ഈ കുറഞ്ഞ ദിവസത്തെ അഡ്മിറ്റായിട്ടുള്ള ചികിത്സ കൊണ്ട് അവർക്ക് നടക്കാനും നിൽക്കാനും സാധിച്ചിട്ടുണ്ട്. അവരുടെ പ്രമേഹം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കാൻ കഴിയാത്ത വരുന്ന സമയത്ത് 1-2 ആളുകൾ പിടിച്ചിട്ടായിരുന്നു അവരെ കൊണ്ടുവന്നിരുന്നത്. ചില ആളുകൾ നടക്കും, പക്ഷേ ഒരു സൈഡിലോട്ട് മറിഞ്ഞു വീഴും. ഇങ്ങനെയുള്ള ആളുകൾ 1-2 ദിവസം കൊണ്ട് തന്നെ അവർക്ക് മാറ്റങ്ങൾ വരും. ഒരു 10 ദിവസമാകുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ അഡ്മിറ്റായിട്ടുണ്ടായിരുന്ന റോസമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ വളരെ അവശയായിരുന്നു. പ്രമേഹമുണ്ട്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട്, ധാരാളം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അക്യുപഞ്ചർ ചികിത്സയും അവർ ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന്. അതുപോലെ തന്നെ മരുന്നുകൾ ഒരിക്കലും നിർത്താൻ സാധ്യമല്ല എന്നുള്ള കണ്ടീഷനിലാണ് അവരൊക്കെ. പിന്നീട് എത്രത്തോളം എന്നാൽ നമ്മൾ അഡ്മിറ്റായി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, നമ്മളുടെ ചികിത്സാലയം സ്ഥിതി ചെയ്യുന്നത് ഒരു ഗ്രാമത്തിലാണ്. വളരെ ശുദ്ധമായിട്ടുള്ള വായുവാണ് ഇവിടെ ലഭിക്കുക. ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്. അങ്ങാടികളല്ല, വാഹനത്തിൻ്റെ ശബ്ദമോ പരിസര മലിനീകരണമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അതുപോലെ പുഴ അടുത്തുണ്ട്, പാടം അടുത്തുണ്ട്, തോടുകൾ അടുത്തുണ്ട്, നല്ല മരങ്ങളുണ്ട്. ഇങ്ങനെ നല്ല ശുദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. പുഴ ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്. ആ പുഴയിലേക്ക് വരെ അവർ നടന്നു പോകാൻ അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ നല്ല കയറ്റമുള്ള സ്ഥലങ്ങളുണ്ട്. ആ കയറ്റമുള്ള സ്ഥലങ്ങളൊക്കെ ഒരാളുടെ സപ്പോർട്ട് കൂടാതെ, ഫസ്റ്റിൽ വരുന്ന സമയത്ത് 1-2 ആളുകൾ പിടിച്ചു കൊണ്ടുവന്നിരുന്ന ആളുകൾ പിന്നീട് 10 ദിവസത്തെ ചികിത്സ കൊണ്ട് അവർ സ്വന്തമായിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചികിത്സ നിർത്തിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ മെഡിസിൻ പൂർണ്ണമായിട്ട് അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. അവർ കഴിച്ചുകൊണ്ടിരുന്ന 20 വർഷമായിട്ടും 30 വർഷമായിട്ടും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യാൻ കിടത്തി ചികിത്സ കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മരുന്ന് നിർത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും, പക്ഷേ നിർത്തുന്ന സമയത്ത് അവരുടെ അസുഖങ്ങൾ കൂടുതലാവും, അല്ലെങ്കിൽ നിർത്താൻ പേടിയായിരിക്കും. ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ അവർക്ക് അഡ്മിറ്റ് ഏറ്റവും ഫലപ്രദമാണ്. അതുപോലെ തന്നെ വേലായുധേട്ടൻ്റെ അനുഭവം അദ്ദേഹം തന്നെ പറയും. ഫസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അദ്ദേഹം അഡ്മിറ്റായിട്ട് ചികിത്സിക്കുന്ന ഇവിടെയാണ് വന്നത്. ആ സമയത്ത് ഇവിടെ കുറച്ച് രോഗികൾ, പേഷ്യൻസ് അഡ്മിറ്റായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇവിടെയല്ല ട്രീറ്റ്മെൻറ്റ്, അങ്ങാടിയിൽ വെന്നിയൂരാണ് ചികിത്സ, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അവർ കാറിൽ നിന്ന് ഇറങ്ങിയ മുറ്റത്ത് തന്നെ ഇരുന്നു. പിന്നെ അവിടുന്ന് 2-3 ആൾ പൊന്തിച്ചിട്ടാണ് ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നത്. ആ കണ്ടീഷനിൽ വന്ന ഹാർട്ട് പേഷ്യൻ്റ്, വാൾവിന് പ്രശ്നമുണ്ട്, 10-12 വർഷമായിട്ട് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുകയാണ്, മരുന്ന് നിർത്താനേ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ കൂടിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവും, അഡ്മിറ്റാവും. സോഡിയത്തിൻ്റെ കുറവ് വന്നിട്ടും ശ്വാസം മുട്ടലുണ്ടായിട്ടും ഹാർട്ട് സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വേറൊരു സൊല്യൂഷൻ ഇല്ല. അങ്ങനെയുള്ള സമയത്താണ് അക്യുപഞ്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇതാണ് അക്യുപഞ്ചർ പഠിക്കുന്നവർക്ക് ഒരു പ്രത്യേകത, അവർ കോൺഫിഡൻറ്റോട് കൂടി അവർക്ക് പഠന സമയത്ത് തന്നെ ചികിത്സിക്കാൻ കഴിയുന്നുണ്ട്. നിഷ എന്ന് പറയുന്ന 6th ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്ന അവരുടെ റിലേറ്റീവ്സ് ഇവരെ ഈ അസുഖം മനസ്സിലാക്കുകയും 12 വർഷത്തോളം അവർ മരുന്നെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇനിയും അവർ പോകുന്നത് തന്നെ വലിയ മരുന്നെടുക്കാനുള്ള ഹോസ്പിറ്റലിലേക്കാണ്.
ആ സമയത്താണ് അക്യുപഞ്ചറിനെ പരിചയപ്പെടുത്തുന്ന. അവർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവർക്കൊരു സമാധാനം തോന്നി. അപ്പോഴാണ് നമ്മളുടെ അഡ്മിറ്റായിട്ടുള്ള ചികിത്സയെക്കുറിച്ച് പറയുന്നത് ഇവിടെ വരുന്നതും. അങ്ങനെ അവർക്ക് തന്നെ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ളൊരു രോഗി, ഇത്രയും സീവിയർ കണ്ടീഷനിലായിട്ടുള്ള ഒരാൾ അഡ്മിറ്റായിട്ടൊക്കെ ചികിത്സിക്കുമ്പോൾ മരുന്നൊക്കെ നിർത്തുമ്പോൾ അവർക്ക് വലിയ പ്രയാസമുണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു അവരും അവരുടെ മകൾ നിരന്തരമായിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് അവർ പറയും, അച്ഛന് പല ചികിത്സകൾ ചെയ്യുമ്പോഴും ഇങ്ങനെ റിസൾട്ട് ഉണ്ടാകലുണ്ട്, പക്ഷേ പിന്നീട് അത് വീണ്ടും വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോവുക. മാത്രമല്ല മരുന്നുകൾ നിർത്തിക്കഴിഞ്ഞാൽ വളരെ അപകടമല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ ബേജാറോടുകൂടി അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ വളരെ 10 ദിവസത്തെ ചികിത്സ കൊണ്ട് 2-3 ദിവസമായപ്പോൾ അവർ സ്പീഡിൽ നടക്കാൻ തുടങ്ങി, വളരെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. നമ്മളിവിടെ ഒരുപാട് മെത്തേഡുകളുണ്ട്. രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം വരെ അഡ്മിറ്റായി ചെയ്യുന്ന ആളുകൾക്ക് നിരന്തരമായിട്ടുള്ള അവർക്ക് മെഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഐ വാഷ് ഉണ്ട്, നോസ് വാഷ് ഉണ്ട്, എനിമ ചെയ്യിപ്പിക്കും, അതുപോലെ തന്നെ സ്പൈനൽ ബാത്ത് ഉണ്ട്, ഹിപ്പ് ബാത്ത് ഉണ്ട്, അതുപോലെ തന്നെ സൺ ബാത്ത് ഉണ്ട്, യോഗയുണ്ട്, എക്സസൈസ് ഉണ്ട്, അതേപോലെ തന്നെ ക്ലാസ്സുകൾ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള ക്ലാസ് ഡെയിലി അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് കോൺഫിഡൻറ്റ് കൂട്ടാനും മോട്ടിവേഷൻ നൽകും, രോഗഭയം അവർക്ക് നീക്കിക്കൊടുക്കും. ഇങ്ങനെയുള്ള ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ കൂടെ ഫുഡ് തെറാപ്പി, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഓരോ രോഗത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്കം, അത് വളരെ കറക്റ്റായിട്ടായിരിക്കും. വെള്ളം, അത് കറക്റ്റായിട്ടായിരിക്കും. ആ വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുക. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ സ്റ്റാഫ് അവരെ മോണിറ്ററിങ് ചെയ്യാൻ അവിടെ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് അവർ ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഏത് ഭക്ഷണമാണ് അവർ ചികിത്സിക്കുന്ന സമയത്തും ഇനി ചികിത്സ കഴിഞ്ഞാലും ആരോഗ്യ ജീവിതത്തിന് ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് അവർ കഴിക്കേണ്ടത്, ആരോഗ്യകരമായിട്ടുള്ള ഹെൽത്തി ഫുഡ്സ് ഏതാണ്, ഹെൽത്തി കുക്കിംഗ്, ആരോഗ്യകരമായിട്ടുള്ള പാചകം എങ്ങനെയാണ്, ഇതൊക്കെ അവരിവിടെ ഈ 10 ദിവസം കൊണ്ട് പഠിച്ചിട്ട് ആണ് അവരിവിടുന്ന് പുറത്തിറങ്ങുന്നത്. അങ്ങനെ ഒരു നല്ലൊരു കണ്ടീഷനിൽ രോഗിയായി വന്ന് ശരിക്കും ഡോക്ടറായിട്ട് മടങ്ങുന്ന, അവരുടെ രോഗത്തെക്കുറിച്ച് അവർക്ക് ശരിക്കും ബോധ്യം വന്ന് അവർക്കുണ്ടാകുന്ന രോഗങ്ങളെ അവർക്ക് തന്നെ ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരിവിടുന്ന് പോകുന്നത്. അപ്പോൾ കുറച്ച് ആളുകളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. വരുന്ന ഇനിയുള്ള വീഡിയോസിലൂടെ കുറേ അപ്ഡേഷൻ, കുറേ രോഗികളുടെ അവരുടെ അസുഖമാറ്റത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടുകൾ അഡ്മിറ്റായിട്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ അക്യുപഞ്ചർ ചികിത്സക്ക് വന്ന ആഴ്ചയിൽ തന്നെ വന്നിട്ട് സൂക്കേട് മാറിയിട്ടുള്ള ആളുകളുടെ ധാരാളം അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് അതിനേക്കാൾ ബെറ്ററായിട്ട് അഡ്മിറ്റായിട്ട് ഒരിക്കലും മാറില്ലെന്ന് അവർ വിശ്വസിക്കുന്ന രോഗങ്ങളൊക്കെ അഡ്മിറ്റായിട്ട് ചികിത്സ മാറിയ ധാരാളം വീഡിയോസ് വരും ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അഡ്മിറ്റായിട്ട് ചികിത്സ ആവശ്യമുള്ള ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. നമുക്ക് വളരെ കുറഞ്ഞ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്, ഒരുപാട് റൂമുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ അവരുടെ രോഗ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. ഒരു സമയത്ത് ഒരു 10 പേരെ 7 പേരൊക്കെയാണ് നമ്മൾ അഡ്മിറ്റ് ആക്കുള്ളൂ. കുറഞ്ഞ ആളുകളായാലേ കൂടുതൽ ശ്രദ്ധിക്കാനും അതിനുള്ള സൗകര്യവുമാണ് നമുക്കുള്ളത്. അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി 2 സ്റ്റാഫ് എല്ലാ സമയത്തും അവരെ കൂടെ ഉണ്ടാകും. അതുകൂടാതെ എപ്പോഴും എൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അവരെ ഓരോ സമയത്ത് അവരെ മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ഹൈറ്റും വെയ്റ്റും മറ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് ആ ഒരു മനുഷ്യൻ്റെ, ആ ഒരു രോഗിയുടെ, അവർ രോഗിയായിട്ടല്ല നമ്മൾ കാണുന്നത്, നമ്മളുടെ വീട്ടിലൊരു അംഗത്തെ പോലെ കണ്ടുകൊണ്ടാണ് അവരോട് പെരുമാറുന്നത്. ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ വീട് പോലെ അല്ലെങ്കിൽ വീടിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ അഡ്മിറ്റ് ആവശ്യമുള്ള ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ഓക്കെ.